നാഗ്പൂരിൽ സംഘർഷത്തിന്റെ പോലീസ് നടപടികൾ ഫലപ്രദമാണോ? നാഗ്പൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര പോലീസ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് പോലീസ് നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ സംഘർഷങ്ങൾ വ്യാപകമാകാതിരിക്കാനും കൂടുതൽ വർഗീയപരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കാതിരിക്കാനുമുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നുള്ള വാർത്തകളായിരുന്നു ഇത്. പക്ഷേ ഇന്നത്തെ ദിവസം വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്, വാർത്താ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്, ഈ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ 51 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ 51 പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു മുസ്ലിം നേതാവിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ ആളുകളെ സംഘടിപ്പിക്കുകയും ഇത്തരം കാര്യങ്ങളും ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അക്രമമാണ് അവിടെ നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യം അദ്ദേഹത്തെ പ്രാദേശിക മുസ്ലിം നേതാവിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വ്യാപകമായിട്ട് 51ഓളം മുസ്ലിം യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള ഇതുവരെയുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. അതുകൂടാതെ തന്നെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ 600ഓളം ആളുകളുടെ പേരിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ FIR-ൽ പേര് പറയുന്ന മിക്കവാറും ആളുകൾ, മുഴുവൻ ആളുകളും, FIR-ൽ പേര് വന്നിരിക്കുന്ന ആളുകൾ മുഴുവനും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ഈ ഏറ്റവും പുതിയ വാർത്തകളായിട്ട് പുറത്തു വരുന്നത്. ഇത് തികച്ചും ഏകപക്ഷീയമാണ് പോലീസിന്റെ നടപടികൾ എന്നും, ഇരുവിഭാഗം സംഘർഷങ്ങൾ ഉണ്ടായതിനു ശേഷം, അതായത് ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന സംഘർഷമാണ് എന്ന് വാർത്തകളിൽ വന്നിട്ടും നിലവിലുള്ള അറസ്റ്റുകൾ മുഴുവൻ മുസ്ലിങ്ങളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്നും, FIR-ൽ പേര് കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങളുടെ മാത്രം പേരുകളാണ് എന്നും, സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട ആരുടെ പേരും ഈ ആക്രമണങ്ങളിലും കൃത്യമായിട്ട് ഈ നടന്ന പ്രശ്നങ്ങളിലും കലാപങ്ങളിലും പേരുകളില്ല എന്നും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഏകപക്ഷീയമായ നടപടികൾ ആണ് എന്നും ഇത് തിരുത്തപ്പെടേണ്ടത് ആണ് എന്നുമാണ് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ആക്രമ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നും, സംഘപരിവാർ ഭരണകൂടമാണ്, പോലീസും ഭരണകൂട താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതുമെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇന്ത്യയിലെ വർഗീയ കലാപങ്ങൾ എന്ന് പേരിട്ട് വിരിക്കുന്ന ഈ ഒരു വംശഹത്യാ സ്വഭാവമുള്ള ഈ കലാപങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഗീയ കലാപങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുവരെയുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ 2020-ൽ ഡൽഹിയിൽ ഈ NRC-CAA സമരങ്ങളെ തുടർന്ന് അവിടെ RSSന് BJP പോലെയുള്ള സംഘപരിവാർ പ്രവർത്തകർ നേരിട്ട് മുസ്ലിങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവിടെ വലിയൊരു ആക്രമണങ്ങൾ നടന്നു. ആ ആക്രമണങ്ങളിലൊക്കെ നിരവധി FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ മുഴുവനും പ്രതികളാക്കപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നു. അതിനുശേഷം അത് പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അതേ സമരത്തിന് നേതൃത്വം നൽകിയ വിവിധ നേതാക്കളെ, വിദ്യാർത്ഥി നേതാക്കളെ അടക്കം ഈ പേരിൽ വർഷങ്ങളോളം ജയിലിലടക്കുകയും പലർക്കും ഇപ്പോഴും പോലും ജാമ്യം കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇത് ഇന്ത്യയുടെ ഒരു സാഹചര്യം കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. കാരണം 1947 മുതൽ 2000 വരെ ഇന്ത്യ രാജ്യത്തുണ്ടായ 20,000-ൽ പരം ഇത്തരം കലാപങ്ങളിൽ ഒരു കലാപത്തിലെ ഒരു പ്രതിയെ പോലും ശിക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, 2004-ൽ മൻമോഹൻ സിംഗ് സർക്കാർ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നിയോഗിച്ച സച്ചാർ കമ്മിറ്റിയാണ്. സച്ചാർ കമ്മിറ്റി ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായ ചില കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലാണ് 1947 മുതൽ 2000 വരെ ഇന്ത്യ രാജ്യത്ത് 20,000-ൽ പരം കലാപങ്ങൾ, അതായത് കൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്ന കലാപങ്ങളുടെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായിട്ട് രേഖകളിൽ വന്നിട്ടുള്ള കലാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അസാം അടക്കം, അല്ലെങ്കിൽ ബോംബെ അടക്കം, ഇത്തരത്തിലുള്ള നിരവധി, ബഗൽപൂർ അടക്കം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന വർഗീയ പ്രശ്നങ്ങളിൽ ഒരു കലാപ കേസിൽ ഒരു പ്രതിയെ പോലും ശിക്ഷിക്കാൻ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇത് വളരെ കൃത്യമായ ചില ഉത്തരങ്ങൾ തരുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ അന്ന് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് സെക്യുലർ പാർട്ടികളായിരുന്നു. 2014 ശേഷമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഹിന്ദുത്വ ഐഡിയോളജി പിന്തുടരുന്ന ഒരു സർക്കാർ അധികാരത്തിലേറുന്നത്. പക്ഷേ ഈ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സംസ്ഥാനങ്ങളെ ഭരിച്ചതും അതുപോലെ തന്നെ കേന്ദ്ര ഭരണത്തിലേറിയതും കേന്ദ്ര ഭരണത്തിൽ ഉണ്ടായിരുന്നതും സെക്യുലർ പാർട്ടികളാണ് എന്നുള്ള
എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള മറ്റുള്ള സെക്യുലർ പാർട്ടികളാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 2000 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഈ 20,000 കലാപങ്ങൾ എന്ന് സച്ചാർ കമ്മിറ്റി പറഞ്ഞ കലാപങ്ങളിൽ ഒരു കലാപത്തിലെ ഒരു പ്രതിയെ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഈ കലാപങ്ങളിലൊക്കെ പലപ്പോഴും ആരോപണ വിധേയരായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരം അന്വേഷണ കമ്മീഷൻ ബോംബെ കലാപത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ കമ്മീഷൻ വ്യക്തമായിട്ട് അതിൽ ശിവസേനയുടെയും ബാൽ താക്കറെയുടെയും പേര് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല, പ്രതികളാക്കപ്പെടുന്ന സംഘപരിവാരക്കാർ നിയമത്തിന് മുമ്പിൽ ഒരിക്കലും എത്തപ്പെടുന്നില്ല. ഭരിക്കുന്ന അന്നത്തെ സെക്യുലർ ഗവൺമെന്റുകൾ ഇത്തരം നടപടികളൊന്നും സ്വീകരിക്കാതിരിക്കുന്ന ഒരു ചരിത്ര സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് 2014 ശേഷം കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് നടക്കാൻ തുടങ്ങിയോ എന്നുള്ള വിമർശനമാണ് പ്രധാനമായിട്ട് ഉയരുന്നത്. 2014 ശേഷം നമുക്കറിയാം ഇന്ത്യയുടെ ഒരു മാറ്റം എന്നുള്ളത് നരേന്ദ്രമോദി എന്ന ആൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നു. തീവ്ര വലതുപക്ഷ പിന്തുണയുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്നു. RSSഉം അതുപോലെ തന്നെ സംഘപരിവാറും പിന്തുണക്കുന്ന ശക്തികൾ കേന്ദ്ര ഭരണത്തിൽ വരുന്നു. അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ അവർ ഭരണത്തിലേറുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. പിന്നീട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയിൽ കാണുന്നത് എന്നുള്ള ഒരു വിമർശനം ഉയർന്നു. ഇലക്ഷൻ കമ്മീഷനെ അടക്കം കേന്ദ്ര ഏജൻസികളെ അടക്കം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഈ വലതുവൽക്കരണം സംഘപരിവാരവൽക്കരണവും നടന്നിട്ടുണ്ട്, കോർപ്പറേറ്റ് വൽക്കരണം നടന്നിട്ടുണ്ട് എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നാഗ്പൂർ കലാപത്തെ പറ്റിയും പറയേണ്ടിയിരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുമ്പോൾ അതിന്റെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ നാഗ്പൂരിലും നടക്കുന്നുള്ളത്. ഇവിടെ FIRകൾ പേര് വരുന്നതും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും മുസ്ലിങ്ങളെയാണ് എന്നത് മാത്രമാണ്. മറുഭാഗത്ത് അറസ്റ്റുകളോ നടപടികളോ ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. ഇത് വീണ്ടും പ്രതിഷേധങ്ങൾ അവിടെ നാഗ്പൂരിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഇടയാക്കിയിട്ടുണ്ട്. വീണ്ടും അവിടെ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ നടപടികൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു വിശ്വാസ്യത ദൗർബല്യത്തെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നടപടികളെ ചോദ്യം ചെയ്യപ്പെടുന്നതായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നടപടികൾക്കെതിരെയാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട് എന്നതാണ്. അതുകൂടാതെ തന്നെ VHPയും സംഘപരിവാരവും വലിയ ഒരു ഈ ഒരു ഔറംഗസീബിന്റെ മക്ബറ തകർക്കണമെന്നുള്ള കർസേവ നടത്തുമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവർ സംഘടിച്ചെത്തി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തീർച്ചയായിട്ടും അത് കലാപങ്ങളിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു മുസ്ലിങ്ങൾ സംഘടിച്ചിരിക്കാം എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഈ സംഘപരിവാർ സംഘടനകൾ VHPയും അതുപോലെ തന്നെയുള്ള ബജറംഗ് ദളും അടക്കമുള്ള സംഘടനകൾ കർസേവയും ഇത്തരം കാര്യങ്ങളും വർഗീയമായ ആഹ്വാനങ്ങളും ഉണ്ടാക്കി രംഗത്ത് വന്നാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഘാടന മറുഭാഗത്ത് ഉണ്ടായി എന്നുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ആക്രമ പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗത്ത് മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളത് എന്നുള്ള ഒരു വിമർശനം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതുവരെയുള്ള ഇന്ത്യൻ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ സത്യസന്ധമായ വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നും ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതും ഒരു യഥാർത്ഥ വസ്തുതയാണ്.